ഖത്തർ എയർപോർട്ടിൽ നിന്ന് നമുക്കൊപ്പം ശ്രീ വരുൺ ചേരുന്നുണ്ട്. വരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വലിയ ആശങ്കയുണ്ടായിരുന്നു. വരുണിനെ സംബന്ധിച്ച് അവിടെ ട്രാൻസിറ്റിൽ എത്തിയതാണ്. അല്പസമയത്തിന് ശേഷം അടുത്ത ഫ്ലൈറ്റ് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു എയർ സ്പേസ് അടയ്ക്കുന്നത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ പൂർണ്ണമായും പുനരാരംഭിച്ചോ? ശ്രീജ, കേൾക്കാമോ? കേൾക്കാം വരുൺ, പറഞ്ഞോളൂ. ഞാൻ US എനിക്ക് ട്രാൻസിറ്റ് ആയിരുന്നു ബാംഗ്ലൂരിലോട്ട്. അപ്പൊ ഞാൻ സിയാറ്റിൽ നിന്ന് നേരെ ഖത്തർ ടു ബാംഗ്ലൂർ ആയിരുന്നു എന്റെ ഇത്. അപ്പൊ ഞാൻ ഇന്നലെ ഈവനിങ് ഒരു 5:30 ഞാൻ ഇവിടെ വന്നു. എനിക്ക് 7:45 എന്റെ ബാംഗ്ലൂരേക്കുള്ള ഫ്ലൈറ്റ്. ബട്ട് അത് ആദ്യം അത് ഡിലേ ആയി. അവർ ഓപ്പറേഷണൽ റീസൺ കൊണ്ട് ഡിലേ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് 8 മണി കഴിഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ ന്യൂസ് അറിയാൻ തുടങ്ങി, ഇങ്ങനെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇൻഫാക്ട് നമ്മുടെ ഫ്ലൈറ്റ് വന്നപ്പോഴാണ് ഇവരുടെ എയർബേസിൽ സ്ട്രൈക്ക് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പിന്നെ നോ ഇൻഫർമേഷൻ, അതായത് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഒന്നും പിന്നെ ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഖത്തർ എയർവേസിൽ ഖത്തർ എയർപോർട്ടിൽ, ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഓൾമോസ്റ്റ് ഒരു 30,000 പേര് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് എയർപോർട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ബേസിക്കലി ഇപ്പോഴും ഓരോന്നായിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ടൈം 5 മണിയാവുന്നു. ഇപ്പൊ ഓപ്പറേഷൻസ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഖത്തർ എയർവേസിന്റെ ഒഴികെ ബാക്കിയുള്ള ഫ്ലൈറ്റുകളാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഖത്തർ എയർവേസ് അവരുടെ ഓൺ ഫ്ലൈറ്റ്സും ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു കൊൽക്കത്ത ഫ്ലൈറ്റ് ഇപ്പൊ ജസ്റ്റ് ബോർഡിംഗ് കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂരേക്കുള്ളത് 6 o'clock എന്നാണ് പറഞ്ഞത്. ഇനി 1 മണിക്കൂർ കൂടിയുണ്ട് അല്ലേ? ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഇന്നലെ രാത്രി ആ സമയത്ത് അവിടെയുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു വരുൺ? പ്രത്യേകിച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ആക്രമണം, ഒരു വ്യോമാക്രമണം ഉണ്ടാവുക, ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ ഖത്തർ, എനിക്കറിയാം ആ എയർപോർട്ടിന് ഉള്ളിൽ ഉണ്ടായിരുന്നവർ വിവരങ്ങളൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഫോണിൽ വരുന്ന അപ്ഡേറ്റ്സ് കണ്ടാണ് നിങ്ങളിൽ പലരും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. രാത്രി പിന്നീട് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നൊരു അപ്ഡേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഇതിനെക്കുറിച്ചും യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവരുടെ എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു. ഖത്തർ എയർപോർട്ടിലുള്ള എല്ലാ സ്റ്റാഫുകളും ആക്റ്റീവ് ആയിരുന്നു. അവരിങ്ങനെ ഓപ്പറേഷണൽ റീസൺസ് ആണ്, പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് ഇന്നതാണ് റീസൺ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ആൾക്കാർ ന്യൂസ് നോക്കി കണ്ടുപിടിക്കുമല്ലോ, അത് അവർക്കും അറിയാം. അല്ലാതെ കണ്ട് വേറെ ഒരു പാനിക് സിറ്റുവേഷൻ ഒക്കെ ആ സമയത്ത് എയർപോർട്ടിൽ ഉണ്ടായിരുന്നോ? ശരി, ഒരു മിനിറ്റ്, എന്റെ ഫ്ലൈറ്റ് ഒന്ന് ചേഞ്ച്, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അത് എന്തായിരുന്നു ചോദിച്ചത് ശ്രീജ? ഇന്നലെ ആ സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ഇത്രയും പേര് ഒരേ സമയം സ്റ്റക്ക് ആവുക. അതെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴേക്കും ഈ ആൾക്കാർ ചെറുതായിട്ട് ഫുഡ് കൗണ്ടർ ഒക്കെ ഫുൾ ആവാൻ തുടങ്ങി. ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഇന്റിമേഷൻ കിട്ടി തുടങ്ങിയല്ലോ. ഒരിക്കലും ആ ഒരു ഫുഡ് കൗണ്ടേഴ്സ്, പിന്നെ ഈ പറയുന്ന പോലെ കോഫി ഷോപ്സ്, അവിടെയൊക്കെ ക്യൂ ആയി തുടങ്ങി. ബിക്കോസ് ആൾക്കാർക്ക് അറിയില്ല എത്ര മണിക്ക് ഇത് റിലീസ് ആവും, ഇവിടുന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു സീന് ആൾക്കാർക്ക്. ഇപ്പൊ എനിക്ക് അറിയില്ല ഇത് കാണാൻ പറ്റുന്നുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഒരു അവസ്ഥ. എയർപോർട്ടില് റഷ് ഉണ്ട് അത്യാവശ്യം. ആൾക്കാര് നല്ല രീതിയിൽ ഇപ്പൊ ആ ഒരു റഷും ബാക്ക് ആയല്ലോ. ഓരോ കൗണ്ടറും ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു പാനിക് സിനാരിയോ ഉണ്ടായിരുന്നു ഒരു 9 മണി 10 മണി ആ സമയത്ത്. ബിക്കോസ് എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്കറിയില്ലല്ലോ ഇത് എപ്പോഴാ ഇത് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളത്. പേഴ്സണലി ഞാനും ഇപ്പൊ 12 മണിക്കൂറോളം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ആ തങ്ങിക്കിടന്ന മിക്കവാറും ഫ്ലൈറ്റുകളൊക്കെ ഓരോന്നായിട്ട് വിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? തുടങ്ങി. ഓക്കെ, എന്തായാലും സുരക്ഷിതനായി വേഗം വീട്ടിലെത്തും വരുൺ. സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു വരുൺ. ഖത്തർ വിമാനത്താവളത്തിൽ നിന്നാണ് നമ്മളോട് വരുൺ സംസാരിച്ചത്. ഇന്നലെ രാത്രി ഖത്തർ സമയം ഏതാണ്ട് ഇന്നലെ വൈകിട്ട് ഒരു 5:30 ഖത്തർ എയർപോർട്ടിൽ എത്തിയതാണ് വരുൺ. 7:30 ഫ്ലൈറ്റ്. ഇതിനിടയിലാണ് പെട്ടെന്ന് ഈ വ്യോമാതിർത്തി അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്നു. ഇപ്പോൾ രാവിലെ അവിടെ ഏതാണ്ട് 5 മണിയാണ് സമയം. ആ സമയത്ത് വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ, വിമാന സർവീസുകളൊക്കെ പതുക്കെ പുനരാരംഭിക്കുന്നു. ഖത്തർ എയർവേസ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഖത്തർ എയർവേസ് അടക്കം അവരുടെ ഓപ്പറേഷൻസ് പൂർണ്ണമായി പുനരാരംഭിച്ചു എന്ന വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഇതിനിടയിലായിരുന്നു ഇന്ന്
പുലർച്ചെ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത് ഇറാനും ഇസ്രയേലും ഒരു പൂർണ്ണ വെടിനിർത്തലിന് സഹകരിക്കുന്നു അല്ലെങ്കിൽ അതിന് സമ്മതിച്ചു എന്നത്. പക്ഷേ അതിനിടയിലും ബാഗ്ദാദിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണമുണ്ട്. വെടിനിർത്തൽ കരാർ ഉണ്ടായി എന്ന ട്രംപിന്റെ പ്രഖ്യാപനം എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രി തള്ളുകയാണ്. ഇസ്രായേൽ യുദ്ധം നിർത്തട്ടെ എന്നൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി തുടരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, ഈ വിഷയത്തിൽ ട്രംപ് തുടക്കം മുതലേ എടുത്ത ഒരു 2 ആഴ്ചത്തെ സമയം ട്രംപ് പ്രഖ്യാപിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുന്നതെന്ന് പറയുന്നു. പിന്നെ നാടകീയത ട്രംപ് എന്ന വാക്കിനോടൊപ്പമുള്ളത്, പേരിനോടൊപ്പമുള്ളതാണ് നാടകീയത. തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ്. പക്ഷേ അതും എത്രത്തോളം ഇഫക്റ്റീവ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവരുടെ ഇറാന്റെ ആണവ നിലയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം കഴിയുന്നതും ഭൂഗർഭ മേഖലകളിലാണുള്ളത്. ഇപ്പം ഏറ്റവും ശക്തമായ അമേരിക്കൻ ബോംബ് ഉപയോഗിച്ചാണ് ആക്രമണമെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ കാണുന്നത്? ശ്രീ, എനിക്ക് ഇപ്പൊ പറഞ്ഞ 2 കാര്യങ്ങളുടെ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. ഒന്ന്, 2 ആഴ്ച എന്ന് പറഞ്ഞത് വിതിൻ 2 വീക്സ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ വിതിൻ 2 വീക്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ എല്ലാ ഇൻഫർമേഷനും അത് മീഡിയയോടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടോ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുന്ന അതൊരു സ്ട്രാറ്റജി അല്ലല്ലോ അത്. അപ്പം അദ്ദേഹം അതിന് വിതിൻ 2 വീക്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു അപ്രോപ്രിയേറ്റ് ടൈമിൽ അദ്ദേഹം ഇഫക്റ്റീവായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് അത് സക്സസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 125 എയർക്രാഫ്റ്റ് ഇൻക്ലൂഡിംഗ് 6 B-2 ബോംബേഴ്സ് വിത്ത് 12 ബങ്കർ ബസ്റ്റർ ബോംബേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പ്രതികരണമോ ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു ഇന്റർസെപ്ഷനോ നടന്നില്ല എന്നുള്ളതാണ് ആ ഒരു അറ്റാക്കിന്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തേത്, ഇവിടെ നിന്നും മിസൂറിയിൽ നിന്നും ഇറാൻ വരെ ഏകദേശം 15ഓളം മണിക്കൂറുകൾ ഫ്ലൈ ചെയ്താലാണ് 13 മണിക്കൂറുകൾ ഫ്ലൈ ചെയ്യുമ്പോഴാണ് ആ B-2 ബോംബേഴ്സിന് അവിടെ എത്തിക്കാൻ പറ്റുന്നത്. അതിനിടയിൽ 2 തവണ ആകാശത്ത് വെച്ച് തന്നെ അതിനെ റീഫ്യൂൽ ചെയ്യാനുള്ള 20 റീഫ്യൂവലിംഗ് ഫ്ലൈറ്റുകളും അത് വിന്യസിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള പ്രസിഷനുള്ള ഒരു സ്ട്രാറ്റജിയിലായിരുന്നു അത് വർക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരു പിഴവ് വന്നു അല്ലെങ്കിൽ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്തുമാത്രം നാശിപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ എന്തുമാത്രം ഡിലേ ആക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അതിന്റെ ഇഫക്ടിവിറ്റിയുടെ റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വെദർ 60% ഇഫക്റ്റീവ് ആയിരുന്നോ, 70% ആയിരുന്നോ, 100% ഇഫക്റ്റീവ് ആയിരുന്നോ ഒന്ന്. അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് 12 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നേക്ക് പോകുന്നതിന് വേറൊരു തിയറി പ്രാക്ടിക്കലി ഇവിടെ വരുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. യുറാനിയം എൻറിച്ച് ആയിട്ടുള്ള സെൻട്രിഫ്യൂജസ് ഇറാന് ആ ഫോർഡം ലൊക്കേഷനിൽ നിന്ന് മറ്റ് ലൊക്കേഷനിലേക്ക് മാറ്റുന്ന പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും വേറൊരു റീസൺ ആയിരുന്നു. കൂടുതൽ സമയം നമ്മുടെ ശത്രുവിന് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കത്തില്ല. അതും ഒരു റീസൺ ആയിരുന്നു. അപ്പം ആ ഏരിയയിൽ ആ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ഒരു ഇവിടുത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200 അടിയാണ് ആ ബോംബ് B-2 ബങ്കർ ബസ്റ്റർ ബോംബ് താഴേക്ക് പോകുന്നത്. എന്നാൽ 250-നും 300 അടിക്ക് താഴെയാണ് ആ സെൻട്രിഫ്യൂജസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ബോംബല്ല 12 ബോംബ് ഏകദേശം വളരെ പ്രിസൈസ് ആയിട്ട് ആ സെയിം ഏരിയയിൽ തന്നെ ഡ്രോപ്പ് ചെയ്തു. അതുവരെ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് ഇന്ന് ഏറെക്കുറെ കൺഫർമേഷൻസ് സാറ്റലൈറ്റ് റിപ്പോർട്ടുകളും ഫോട്ടോകളും കാണുവാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അത്. അപ്പം എന്നാലും എന്തുമാത്രം എഫിഷ്യൻസി കുറഞ്ഞു, എത്ര വർഷം ഇറാന്റെ ഈ ഒരു ആണവ സാധ്യതകളെ പുറകേക്ക് കൊണ്ടുപോയി എന്നുള്ളത് അത് വരും ദിവസങ്ങളിൽ മാത്രമേ ഇതാകത്തുള്ളൂ. അതോടൊപ്പം ഇതിനു മുമ്പ് മിഥുൻ പറഞ്ഞതിനോട് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അതായത് 6 മണിക്കൂർ മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഖത്തറിന്റെയും UAE-യുടെയും ഇറാഖിന്റെയും ഒക്കെ വ്യോമ അത് അടച്ചിരുന്നു കംപ്ലീറ്റ്. അപ്പൊ എയർ സ്പേസുകൾ അടച്ചിരുന്നു. അത് എല്ലാം ഇപ്പം റീഓപ്പൺ ആയി എന്നുള്ളത് ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന. പക്ഷേ അതിനിടയിൽ ഡോക്ടർ സജിമോൻ ഒരു പുതിയ വാർത്ത വരുന്നു. അത് ഇസ്രായേൽ വീണ്ടും ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നു, ടെഹ്റാനിൽ നിന്ന് വീണ്ടും ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇസ്രായേൽ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താം എന്ന് ഇറാൻ പറയുമ്പോൾ ഇസ്രായേൽ നിർത്തുന്നില്ല. ഇസ്രായേൽ കണ്ടക്ട്സ് മിലിറ്ററി സ്ട്രൈക്സ് അക്രോസ് ഇറാൻ മിനിറ്റ്സ് ആഫ്റ്റർ ട്രംപ് ഡിക്ലെയർസ്
സീസ് ഫയർ എന്ന് എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, എനിക്ക് കൃത്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം തന്നെയാണ് ഓർമ്മ വരുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. ഒരു കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് അന്ന് രാത്രിയും വലിയ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് അതൊരു സീസ് ഫയറിലേക്ക് പോയി. അങ്ങനെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്.